ടു ബി ഓണസ്റ്റ് ഫ്രം ദ ജസ്റ്റേഴ്സ് ആൻഡ് ഓൾ ഇറ്റ് വാസ് വെരി ക്ലിയർ. ആൻഡ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെരി സൂൺ ഇത് പ്രപ്പോസലിലേക്ക് എത്തും എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ ആ ബെറ്റ് ഇപ്പോഴും ഉണ്ട് എൻ്റെ ഫ്രണ്ടുമായിട്ട്. പക്ഷേ ഇങ്ങനെ ചാറ്റിങ്ങിലൂടെ പറഞ്ഞു, ജസ്റ്റേഴ്സിലൂടെ ഇറ്റ് വാസ് വെരി ക്ലിയർ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ താല്പര്യമുണ്ട്, ദാറ്റ് ഒരു മാരേജിലേക്ക് താല്പര്യമുണ്ട്, എൻ്റെ ഡിസിഷൻ നോക്കിയിട്ട് പ്രൊസീഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. വെരി ഒരു ജെൻറ്റിൽമാൻ കൈൻഡ് ഓഫ് ആയിരുന്നു. എന്നിട്ട് ഞാൻ അപ്പം തന്നെ ടു ദ ഫേസ് ആയിരുന്നു നോ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞത്. പിന്നെ എനിക്കൊരു 1 year എടുത്തു ടു കംഫർട്ടബിൾ വിത്ത് ഹിം ആൻഡ് പിന്നെ ഞാൻ കൺഫ്യൂസ് ചെയ്യാനുണ്ടായത്. എൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്, ഏറ്റവും എന്താ പറയണ്ടത്, ഒരാളെ കുറിച്ച് ആദ്യം ആലോചിക്കാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് മിന്നുവിനെ കുറിച്ചായിരിക്കും എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്. ഷീ ഈസ് മോർ ദാൻ എ സിസ്റ്റർ ടു മീ. ഈവൻ മിന്നു എന്ന് പറയുന്നത് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന ഒരാളാണ്. അയാൾ എല്ലാ കാര്യത്തിനെ പറ്റി ഒരുപാട് കെയർ ചെയ്യുകയും ഒരുപാട് ഡീറ്റെയിൽസിന് അറ്റൻഷൻ കൊടുക്കുകയും അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. സോ അയാളുടെ കൂടെ ഇത്തിരി ചില്ലായിട്ടുള്ള രാഹുൽ ചേട്ടൻ വരുമ്പോഴത്തേക്കും ദേ മേക്ക് ദ പെർഫെക്റ്റ് കോമ്പിനേഷൻ. നമുക്ക് ഒരാളെ പറ്റി ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് മിന്നുവിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു ക്യൂട്ട് പേഴ്സൺ, അല്ലെങ്കിൽ അപ്രോച്ചബിൾ, എല്ലാവർക്കും എപ്പോഴും ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ, അങ്ങനെയാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. സിൻസ് ഐ ആം എ സിംഗിൾ പാരൻറ്റ് ചൈൽഡ്, കുറേ അധികം റെസ്പോൺസിബിലിറ്റീസ്, ഫസ്റ്റ് ചൈൽഡും കൂടെ ആയതുകൊണ്ട് അതിൻ്റെതായ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്നോട് കൊളാബറേറ്റ് ചെയ്ത് എല്ലാവർക്കും അറിയാം ഞാൻ എടുക്കുന്ന ഒരു പ്രഷറും ടെൻഷനും. അത്ര എഫേർട്ട് എടുത്ത് ഓരോ കാര്യങ്ങളും, ബിക്കോസ് അമ്മയ്ക്ക് എഫേർട്ട് അത്രയ്ക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനാണ് ചെയ്തത്. അതുകൊണ്ട് ഡെയിലി എല്ലാ സാറ്റർഡേയ്സും ഞാൻ പുറത്ത് പോകും, പർച്ചേസ് ചെയ്യും, എല്ലാ സാറ്റർഡേയ്സും എല്ലാവരെയും വിളിക്കും, എല്ലാ ഇവൻറ്റിനും. ഒരു പോയിന്റ് ഐ ഫെൽറ്റ് ലൈക്ക് ദേ സൂൺ ബ്ലോക്ക് മീ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ താങ്ക്ഫുള്ളി അതുവരെ ഒന്നും എത്തിയില്ല. I don't know how to explain the emotion. Like ഇയാള് എസ്പെഷ്യലി ബിക്കോസ് ഇയാള് രണ്ടുപേരും ഈക്വൽ ഇൻവോൾവ്മെന്റ് ആണ്. ബിക്കോസ് ഇയാളുടെ നെയ്ബർ ആണ് രാഹുൽ ചേട്ടൻ, ബെസ്റ്റ് ഫ്രണ്ട് ആണ് മിന്നു. ബെസ്റ്റ് ഫ്രണ്ട്. He is more than my best friend. Like he is super supportive brother, and എനിക്ക് തോന്നുന്നു മിന്നുവിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് രാഹുൽ ചേട്ടൻ. രാഹുൽ ഇസ് ലൈക്ക് എന്താ ഭയങ്കര കംഫർട്ടബിൾ ആണ്. റോ ആയിട്ട് നിൽക്കാൻ പറ്റാറുണ്ട് രാഹുലിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ടും, വിത്തൗട്ട് എനി ആക്ടിങ് ഓർ സംതിങ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. സോ ഐ എം സോ ഹാപ്പി ടു ബി വിത്ത് ഹിം, ടു ഷെയർ മൈ ലൈഫ് വിത്ത് ഹിം. ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ മേ ബി ഹെവൻലി ഫീലിംഗ് ആണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ലൈക്ക് മേ ബി എൻ്റെ ഒരു കസിൻ ആണെങ്കിൽ പോലും ഒരു സിസ്റ്റർ ആ സംഭവം തന്നെയാണുള്ളത്. അത് അവളുടെ കല്യാണം, ആ താലിയെട്ടുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ചെരിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് തന്നെയാണ് അതെന്ന് പറയുന്നത്. ആൻഡ് സോ ഹാപ്പി. സോ ലൈക്ക് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സോ ഹാപ്പി ഫോർ ഹർ. ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ, ബ്ലെസ്ഡ്. ഇത്രയും ഹാപ്പൻ ആവാൻ സ്പോർട്സ് കേസിൽ ആയി. അപ്പോൾ രാഹുൽ അവിടെ ഒന്ന് പറയായിരുന്നു വി മേഡ് ഇറ്റ് എന്ന് പറഞ്ഞ്, ഐ വാസ് ലൈക്ക് യു മേഡ് ഇറ്റ്. അങ്ങനെ എന്താ ചെയ്യാ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആസ് ഐ ടോൾഡ്, ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് നെയ്ബർ. അങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വി വർ നോട്ട് ഗുഡ് ടച്ച് ഓർ എനിത്തിങ്. ലൈക്ക് പലപ്പോഴും ചാറ്റ് ചെയ്യും ഇൻസ്റ്റഗ്രാമിലെങ്ങാനും. ഇറ്റ് വാസ് എ കോവിഡ് ടൈം. സോ അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ചാറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് എവിടേക്കോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 6 months കഴിഞ്ഞപ്പോഴത്തേക്കും ഹി പ്രപ്പോസ്ഡ് മീ. ഹി ഈസ് സേയിങ് ലൈക്ക് ഹി സെഡ് ദാറ്റ് മുന്നേ നോക്കുന്ന ഐ മീൻ മുന്നേ ഇഷ്ടമുണ്ടായിരുന്നു എന്നൊക്കെ. ഐ ഡോണ്ട് നോ.